ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ട്രിപ്പിൾ ഫൈവ് ടാറോ ഡിലൈറ്റ്ഫുൾ സോളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളോട് ഈ വ്യക്തി പറഞ്ഞിരിക്കുന്ന വാഗ്ദാനങ്ങൾ പാലിക്കുവാൻ ഈ വ്യക്തി തയ്യാറാണോ എന്നുള്ളൊരു റീഡിംഗ് ആണ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. റീഡിംഗ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമൻറ്റ് ബോക്സിൽ പറയാം. ഓക്കെ. അപ്പോൾ പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എനർജിയിലേക്ക് പോകാം. ഓക്കെ, നിങ്ങളോട് ഈ വ്യക്തി പറഞ്ഞിരിക്കുന്ന വാഗ്ദാനങ്ങൾ പാലിക്കുവാൻ ഈ വ്യക്തി തയ്യാറാണോ എന്നുള്ളൊരു റീഡിംഗ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ പലതരത്തിലുള്ള വാഗ്ദാനങ്ങളും തന്നിട്ടുണ്ടാകും അല്ലേ. ഇപ്പോൾ ഒരു ഇന്നർ റിലേഷൻഷിപ്പ് ആണെങ്കിലും ഒരു ദാമ്പത്യ ജീവിതമാണെങ്കിലും ഏതൊരു ബന്ധത്തിൽ വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ അവിടെ പലതരത്തിലുള്ള വാഗ്ദാനങ്ങൾ ഉണ്ടാകും. അപ്പൊ അതിൽ ചിലവർ പാലിക്കും, ചിലവർ പാലിക്കില്ല. അപ്പൊ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഈ പേഴ്സന്റെ ഈ റിലേഷൻഷിപ്പിൽ വന്നിരിക്കുന്ന പൊതുവെയുള്ള ഒരു എനർജി എന്ന് പറയുന്നത് ദ കിങ് ഓഫ് സ്ക്രോൾസ് ആണ്. അപ്പൊ ഉറപ്പായിട്ടും നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ടും വ്യക്തമായിട്ടുള്ള ഒരു പദ്ധതി ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് ഉണ്ട് എന്നുള്ളതാണ്. ഈ വ്യക്തിക്ക് യാതൊരു കാരണവശാലും ഇതുമായിട്ട് പൊരുത്തപ്പെട്ട് പോകണം. അതായത് എന്താ പറയുക, എന്ത് തന്നെയായാലും എന്തൊക്കെ റിസ്ക് എടുത്തിട്ടായാലും ഈ ഒരു റിലേഷൻഷിപ്പായിട്ട് തന്നെ മുന്നോട്ട് പോകണം എന്നുള്ളൊരു മെന്റാലിറ്റിയിൽ തന്നെയാണ് ഈ പേഴ്സൺ നിൽക്കുന്നത്. കാരണം ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ വ്യക്തി കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സോണിൽ നിൽക്കുന്നത് അത് നിങ്ങളായിട്ട് മാത്രമാണ്. അപ്പൊ നിങ്ങളായിട്ടുള്ള ഈ ഒരു റിലേഷൻഷിപ്പ് യാതൊരു കാരണവശാലും ഈ വ്യക്തിക്ക് വേണ്ടാന്ന് വെക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ ഇതിന് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ടുള്ള എന്താ പറയുക തീരുമാനങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊണ്ടുവരണം. അത് വ്യക്തമായിട്ടുള്ള പ്ലാനിങ് ആണ്, വ്യക്തമായിട്ടുള്ള തീരുമാനങ്ങളാണ്, അഭിപ്രായങ്ങളാണ്. ഈ കാര്യങ്ങളെല്ലാം തന്നെ കൊണ്ടുവരണം എന്നുള്ള രീതിയിൽ തന്നെയാണ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഉറപ്പായിട്ടും ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പേഴ്സണ് വ്യക്തമായിട്ടുള്ള പ്ലാനിങ് ഇതിലുണ്ട് എന്നുള്ളത് സത്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഒരിക്കലും ഇപ്പോൾ നിങ്ങൾ നേരിട്ട് നോക്കുമ്പം ഈ പേഴ്സൺ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നിക്കാം ഈ പേഴ്സൺ ഒന്നും ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഈ പേഴ്സൺ ഒരു കാര്യവും ഇറങ്ങി പ്രവർത്തിക്കുന്നില്ല, നിങ്ങൾക്ക് വേണ്ടി പ്രാധാന്യം നൽകുന്നില്ല എന്നുള്ള രീതിയിലൊക്കെ നിങ്ങൾക്ക് തോന്നിക്കുന്നുണ്ടാകാം. ചിലപ്പോൾ ഒറ്റ നോട്ടത്തിൽ ചിലപ്പോൾ ഈ പേഴ്സൺ പ്രത്യേകിച്ച് വർക്ക് ചെയ്യുന്ന ഇതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നതായിട്ടോ ഒന്നും നിങ്ങൾക്ക് തോന്നിയിട്ടില്ലായിരിക്കാം. ചിലപ്പോൾ ഒരു അലസമായിട്ടായിരിക്കാം ഈ പേഴ്സൺ പുറമേ ഇരിക്കുന്നത്, താല്പര്യമില്ലാത്ത രീതിയിൽ. പക്ഷെ നമുക്കിവിടെ ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചാൽ ഈ വ്യക്തി ഉറപ്പായിട്ടും നിങ്ങളുടെ കാര്യത്തിൽ വ്യക്തമായിട്ടുള്ള ഒരു പ്ലാനിങ്ങിലൂടെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് ഈ വ്യക്തിക്ക് വ്യക്തമായിട്ടുള്ള പ്ലാനിങ് നിങ്ങളെക്കുറിച്ചുണ്ട്. അത് ഒരിക്കലും ഈ പേഴ്സൺ അത് കൊട്ടിഘോഷിച്ചുകൊണ്ട് എന്താണ് ആ ഒരു നിങ്ങളെ കുറിച്ചിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു കാര്യത്തെ കുറിച്ചിട്ട് ഈ പേഴ്സൺ അത് പുറമെ കൊട്ടിഘോഷിക്കുന്ന അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുന്നിൽ പ്രവർത്തിച്ച് അങ്ങനെയൊക്കെ കാണിക്കുന്ന ഒരു രീതിയിലുള്ള വ്യക്തിയല്ല എന്ന് മാത്രം. അല്ലാത്ത പക്ഷം നോക്കുകയാണെങ്കിൽ ഇവിടെ മസ്റ്റായിട്ടും ഈ പേഴ്സൺ അത് സൈലന്റ് ആയിട്ടുള്ള രീതിയിൽ ഈ പേഴ്സൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അത് നമുക്കിവിടെ പ്രധാനമായിട്ട് പറയാൻ പറ്റുന്നു. നെക്സ്റ്റ് എനർജി നോക്കുകയാണെങ്കിൽ ദ ക്യൂൻ ഓഫ് സ്ക്രോൾസ് ആണ്. ഇതും വളരെയധികം ഒരു ഹാപ്പിയസ്റ്റ് ആയിട്ടാണ്. നമുക്ക് ആദ്യമായിട്ടാണ് ഈ രണ്ട് കാർഡ്സ് ഒരുപോലെ കിട്ടുന്നത്. ലുക്ക് അറ്റ് ദിസ്, ദ കിങ് ഓഫ് സ്ക്രോൾസ് ആൻഡ് ദ ക്യൂൻ ഓഫ് സ്ക്രോൾസ്. അതായത് രണ്ടുപേരും പദ്ധതി ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ പുരുഷന്മാരുടെ എനർജി, ഇപ്പൊ നിങ്ങൾ സ്ത്രീകളാണ് ഈ റീഡിംഗ് കാണുന്നതെങ്കിൽ നിങ്ങളുടെ പുരുഷന്മാർക്ക് ഇവിടെ വ്യക്തമായിട്ടുള്ള പദ്ധതി ഉണ്ട്. അറ്റ് ദ സെയിം ടൈം നിങ്ങൾ പുരുഷന്മാരാണ്, ഈ റീഡിംഗ് കണ്ടുകൊണ്ടിരിക്കുന്ന പുരുഷന്മാരാണ്, നിങ്ങൾ സ്നേഹിക്കുന്ന സ്ത്രീകളെ ആണെങ്കിൽ സ്ത്രീകൾക്കും നിങ്ങളുടെ കാമുകിക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യയ്ക്ക് വ്യക്തമായിട്ടുള്ള പദ്ധതികൾ ഉണ്ട് എന്ന് തന്നെയാണ് കാണിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ രണ്ടുപേരുടെ എനർജി എന്ന് പറയുന്നത്, ഓറ എനർജി എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഒരു സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു എനർജി ആയിട്ട് തന്നെയാണ് കാണിക്കുന്നത്. അപ്പൊ അത് നമുക്ക് പറയാനായിട്ട് പറ്റും. ഓക്കെ. അപ്പൊ അതുകൊണ്ട് ഇത് രണ്ടും എനിക്ക് തോന്നുന്നു ഇത്രയും റീഡിങ്സ് എടുത്തിട്ട് പോലും ഈ രണ്ട് കാർഡ്സിന്റെ ഒരു കോമ്പിനേഷൻ നമുക്ക് അങ്ങനെ കിട്ടിയിട്ടില്ല. സാധാരണ രീതിയിൽ കിങ് ഓഫ് വോൺസ് അതുപോലെ കിങ് ഓഫ് വോൺസ് അല്ലെങ്കിൽ ക്യൂൻ ഓഫ് വോൺസ് ഒക്കെയാണ് ഒരുമിച്ചൊക്കെ കിട്ടിയിരിക്കുന്നത് എൻ്റെ ഒരു ഓർമ്മയിൽ. അല്ലാതെ ഈ ഒരു കാർഡ്സ് നമുക്ക് ഈ ഒരു കോമ്പിനേഷൻ നമുക്ക് ഒരുമിച്ച് ആദ്യമായിട്ടാണ് കിട്ടുന്നത്. സോ കൺഗ്രാറ്റുലേഷൻ. കാരണം അത്രയും ഒരു വ്യക്തമായിട്ടുള്ള നമ്മൾ ആ ഒരു എനർജി തന്നെയാണ് നമ്മൾ ഇന്ന് നോക്കുന്നതും അല്ലേ. വ്യക്തമായിട്ടുള്ള ആ ഒരു ഉദ്ദേശമുണ്ടോ, വാഗ്ദാനങ്ങൾ പാലിക്കുമോ എന്നുള്ളതാണ്. ഉറപ്പായിട്ടും നിങ്ങൾക്ക് 100% ഈ പേഴ്സണെ വിശ്വസിക്കാവുന്നതാണ്. കാരണം എന്താന്ന് വെച്ചാൽ ഇവർക്ക് ഇതിനൊരു വ്യക്തമായിട്ടുള്ള ഒരു പ്ലാനിങ് ഉണ്ട്. ഇതെങ്ങനെ പോകണം, ഇത് ഏത് ലെവലിലേക്ക് പോകണം, ഇതെങ്ങനെയാണ്
അവസാനിക്കേണ്ടത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്ന വാഗ്ദാനങ്ങൾ, പ്രോമിസസ് എന്തൊക്കെയാണ്, സത്യങ്ങൾ എന്തൊക്കെയാണ്, അതെല്ലാം ചെയ്യണം എന്നുള്ളൊരു ചിന്താഗതി ഈ വ്യക്തിക്കുണ്ട് എന്ന് തന്നെയാണ് കാണിക്കുന്നത്. ആൻഡ് ഓൾസോ നെക്സ്റ്റ് എനർജി നോക്കുകയാണെങ്കിൽ എൻലൈറ്റ്മെന്റ് ആണ്. അതായത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഒരു ഒരു എന്താ പറയുക, പലപ്പോഴും ഈ ഒരു റിലേഷൻഷിപ്പിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള എനർജി നഷ്ടപ്പെട്ടു പോകുന്ന ഒരു എന്താ പറയാ, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻസ് ഈ റിലേഷൻഷിപ്പിൽ വന്നിട്ടുണ്ട്. പക്ഷെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അവിടെ ഒന്നും ചിലപ്പോൾ പകച്ചു നിന്ന് പോയിട്ടുണ്ടാകാം ഈ പേഴ്സൺ. ചിലപ്പോഴൊക്കെ നല്ല രീതിയിൽ തന്നെ എന്താ പറയാ, പകച്ചു നിന്ന് പോയിട്ടുണ്ട്. പക്ഷെ എങ്കിൽ പോലും നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഇവിടെ ആ ഒരു വെളിച്ചം കൊണ്ടുവരാൻ തന്നെയാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഉറപ്പായിട്ടും ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇത് എത്രമാത്രം പോസിറ്റിവിറ്റിയിൽ കൊണ്ടുപോകാൻ സാധിക്കുന്നുവോ അത്രയും പോസിറ്റിവിറ്റിയിൽ കൊണ്ടുപോകാൻ തന്നെയാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു പ്രകാശം കൊണ്ടുവരിക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ജ്ഞാനപരമായിട്ടുള്ള കാര്യങ്ങൾ. കാരണം ഈ റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം ഈ വ്യക്തിക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് ഒരു അറിവാണ്, ഒരു അറിവായിട്ടുള്ളൊരു കാര്യം കൂടി. ഇതൊരു അറിവാണ്, ഒരു നോളജ് ആണ്, ഒരു ഇൻഫോർമേഷൻ ആണ്, വിസ്ഡം ആണ്. അത് മാത്രമല്ല ഈ പേഴ്സന്റെ ജീവിതത്തിലേക്ക് വന്നിരിക്കുന്ന വലിയൊരു വെളിച്ചം കൂടിയാണ് ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. ഒരു വെളിച്ചമാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പേഴ്സന്റെ ജീവിതത്തിൽ പലതരത്തിലും മൈൻഡ് ഔട്ട് ആയി പോകുന്ന രീതിയിലുള്ള സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതിനോടെല്ലാം പൊരുതി നിൽക്കാനായിട്ടും മനസ്സിനെ കൂടുതൽ ശക്തിപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് കൊണ്ടുവരാനായിട്ട് ഈ വ്യക്തിയെ കൊണ്ട് ഈ റിലേഷൻഷിപ്പിൽ നിന്നും സാധിച്ചു എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, കാരണം ഈ റിലേഷൻഷിപ്പിൽ നിന്നും ഈ പേഴ്സൺ എന്തൊക്കെയോ അത്രയും എടുത്തു പറയേണ്ട പോസിറ്റീവായിട്ടുള്ള അനുഗ്രഹങ്ങൾ, കാര്യങ്ങളെല്ലാം തന്നെ ഈ പേഴ്സണ് കിട്ടിയിട്ടുണ്ട്. അത് ഉറപ്പിച്ച് നമുക്ക് പറയാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ അതാണ് നമുക്കിവിടെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുവാൻ കഴിയുന്നത്. ആൻഡ് ഓൾസോ നെക്സ്റ്റ് എനർജി ബോൺ കളക്ടർ ആണ് കിട്ടിയിട്ടുള്ളത്. അതായത് ഈ പേഴ്സൺ എപ്പോഴും ലൈഫിനെ സെക്യൂർഡ് ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൺ ആണ്. അതായത് ഇപ്പോൾ ഒരു യാതൊരു തരത്തിലും അടിത്തറയില്ലാതെ തോന്നിയതുപോലെ എങ്ങനെയെങ്കിലുമൊക്കെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലുമൊക്കെ പൊയ്ക്കോട്ടെ എന്നുള്ള രീതിയിലൊക്കെ ചിന്തിക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം. പക്ഷേ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാര്യങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു സമയമുണ്ടെന്നും അത് മാത്രമല്ല അതിൻ്റെതായിട്ടുള്ള ഒരു കാര്യങ്ങൾ, അതായത് ഇപ്പോൾ ഒരു അടിത്തറ, ഇപ്പോൾ ഒരു സാമ്പത്തികപരമായിട്ടുള്ള കാര്യമാണ്, അത് ഈ പേഴ്സൺ എന്താണ് മുന്നിട്ട്, അപ്പോൾ പിന്നിട്ട് നിൽക്കുകയാണെങ്കിൽ അത് മുന്നിലേക്ക് വരാനായിട്ട് ശ്രമിക്കുന്നു. അതായത് എങ്ങനെയെങ്കിലുമൊക്കെ ആയി പോകട്ടെ എന്നുള്ള രീതിയിലല്ല. അത് മാത്രമല്ല ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ചില ബ്ലാക്ക് മാജിക് ആയിട്ടുള്ള സിറ്റുവേഷൻസിലൂടെയും ഈ പേഴ്സൺ കടന്നു പോയിട്ടുണ്ട്. ഓക്കെ, അത് ചിലപ്പോൾ വളരെ ചെറുപ്പത്തിൽ തൊട്ടായിരിക്കാം, കുഞ്ഞുനാളിൽ തൊട്ടായിരിക്കാം. ഒരുപാട് യാതനകൾ അനുഭവിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട് ഈ പേഴ്സണ്. അത് ചിലപ്പോൾ ഈ റിലേറ്റീവിൽ നിന്നൊക്കെ കിട്ടിയിട്ടുള്ള കൂടോത്രം, ആഭിചാരം, ബ്ലാക്ക് മാജിക് എഫക്റ്റ് അങ്ങനത്തെ ഉള്ള കാര്യങ്ങളായിരിക്കാം, ദൃഷ്ടിദോഷമായിരിക്കാം, ശത്രുദോഷം. ചിലപ്പോൾ ഈ ഒരു സെയിം സിറ്റുവേഷൻ നിങ്ങളെയും ബാധിച്ചിട്ടുണ്ടാകാം. അപ്പൊ ഈ ഒരു സിറ്റുവേഷൻ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഏറ്റവും കൂടുതൽ പറയാനാണെങ്കിൽ അതിൽ നിന്നുമൊക്കെ വളരെയധികം എന്താണ് ഉയർത്തെഴുന്നേറ്റ് വരാൻ തന്നെയാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത്. കാരണം സ്വന്തം നമ്മൾ പറയില്ല, ഒറ്റയ്ക്ക് വഴി വെട്ടി വന്ന ഒരു വ്യക്തിയാണ് എന്ന് നമ്മൾ പറയില്ലേ, സ്വന്തമായിട്ട് ഉയർത്തെഴുന്നേറ്റ് വന്ന വ്യക്തിയാണ്. ആരുടെയും ഒരു ഹെൽപ്പും ഇല്ലാതെ, ഒന്നുമില്ലാതെ, ഒരു സപ്പോർട്ട് ഇല്ലാതെ സ്വന്തം കഴിവിൽ വിശ്വസിച്ച് സ്വന്തമായിട്ട് തന്നെ ഉയർത്തെഴുന്നേറ്റ് അത് വളരെ തൻ്റെ അടുത്തോട് കൂടി വന്നിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. അപ്പൊ അത് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. ആ ഒരു മനോഭാവത്തിലാണ് ഈ പേഴ്സൺ ഇപ്പോൾ നിൽക്കുന്നത്, ഉറച്ചു നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. കാരണം നിങ്ങൾക്ക് തന്നിട്ടുള്ള വാഗ്ദാനങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നിട്ടുള്ള പ്രതീക്ഷകൾ, വിശ്വാസങ്ങൾ, തീരുമാനങ്ങൾ, ഇതൊക്കെ എന്താണെന്നുള്ളതിനെ കുറിച്ചുള്ള പൂർണ്ണ ബോധ്യം ഈ വ്യക്തിക്കുണ്ട്. മനസ്സിലായോ? അപ്പൊ അത് നമുക്ക് കാണാനായിട്ട് കഴിയുന്നു. അതിനോടൊപ്പം തന്നെ 9 ഓഫ് ഫയർ ആണ് കിട്ടിയിട്ടുള്ളത്. യെസ്, വീണ്ടും നെവർ ഗിവ് അപ്പ്, ബി പ്രിപ്പയർഡ് തന്നെയാണ്. എപ്പോഴും പ്രിപ്പറേഷനിലൂടെ തന്നെയാണ് ഈ പേഴ്സൺ പോയിക്കൊണ്ടിരിക്കുന്നത്. എപ്പോഴും പ്രിപ്പറേഷൻ തന്നെയാണ്. അപ്പോൾ ഈ ഒരു പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് ഉറപ്പായിട്ടും ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഒരു പുതുമയുള്ള കാര്യമല്ല. പണ്ട് തൊട്ടേ ഈ വ്യക്തിക്ക് എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടും ഒരു പ്രിപ്പറേഷൻ ഉണ്ട്. ഇപ്പൊ നമ്മളൊരു എക്സാം എഴുതണതിന് മുന്നേ ആയിട്ട്
ഒരു പ്രിപ്പറേഷൻ നമ്മൾ ഉണ്ടാക്കിയെടുക്കുമല്ലോ. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ആ ഒരു എഴുതാൻ പോകുന്ന സബ്ജക്റ്റിനെ കുറിച്ച് എന്തെങ്കിലും ഒരു അറിവ് നമുക്ക് ഉണ്ടാവുമല്ലോ. എന്ന് പറയുന്നത് പോലെ ഈ പേഴ്സൺ എന്ന് പറയുന്നത് നിസ്സാരമായിട്ടുള്ള പ്രിപ്പറേഷൻസ് അല്ല, നല്ല രീതിയിൽ തന്നെ അതിന് വേണ്ടിയിട്ട് തയ്യാറെടുത്തുകൊണ്ട് നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് കാണിക്കുന്നത്. ആൻഡ് ഓൾസോ ദിസ് പേഴ്സൺ ഈസ് റെഡി ടു ഫൈറ്റ് ആൻഡ് റെഡി ടു ഫേസ് എനിത്തിങ് ഇൻ ഹിസ് ലൈഫ്. അതായത് ഈ പേഴ്സന്റെ ജീവിതത്തിൽ എന്ത് ഫേസ് ചെയ്യാനും എന്ത് കാര്യത്തെയും നേരിടാനും വളരെയധികം ചങ്കൂറ്റമുള്ള ഒരു വ്യക്തിയായിട്ടാണ് കാണിക്കുന്നത്. അതായത് നാല് വശത്ത് നിന്നും യുദ്ധം നടന്നാലും എന്തൊക്കെ എതിരായിട്ടുള്ള ആയുധങ്ങൾ ഈ വ്യക്തിയുടെ അടുത്തേക്ക് വന്നാലും ഈ പേഴ്സൺ അതിനെല്ലാം തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് എന്താണ് ഒറ്റയ്ക്ക് വഴിതെളിയിച്ചു വരുന്ന ഒരു പേഴ്സൺ ആണ്. അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. മേ ബി സാജിറ്റേറിയസ് എനർജി, ഏരീസ്, ലിയോ. ബൗണ്ടറീസ് ആണ്, ബിക്കോസ് ഇവിടെ ഒരു ചാലഞ്ചിങ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടായത് കൊണ്ട് തന്നെ ഈ പേഴ്സൺ നിങ്ങളുമായിട്ടുള്ള ഈ ഒരു റിലേഷൻഷിപ്പ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഈ ഒരു പ്രണയബന്ധം ചിലപ്പോൾ ഈ പേഴ്സൺ എന്തെങ്കിലും മോശപ്പെട്ട കാര്യങ്ങൾ ഉണ്ടാകാം, അത് നിങ്ങൾക്കും കൂടി വരരുത് എന്ന് കരുതിയിട്ട് നിങ്ങളുമായിട്ടുള്ള ഈ റിലേഷൻഷിപ്പിൽ ഈ പേഴ്സൺ ഒരുപക്ഷെ കുറച്ച് നാൾ അകന്ന് നിന്നിട്ടുണ്ടാകാം. ചിലപ്പോൾ നിങ്ങളെ ഒരു പരിധിക്കുള്ളിൽ നിർത്തിയിട്ടുണ്ടാകാം. ചിലപ്പോൾ നിങ്ങളായിട്ട് അത്രയും അങ്ങോട്ട് ഇന്ററാക്ട് ചെയ്തിട്ടില്ലായിരിക്കാം. ചില കാര്യങ്ങളിലൊക്കെ നിങ്ങളെ മാറ്റി നിർത്തിയിട്ടുണ്ടാകാം. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെയധികം വേദന തോന്നിയിട്ടുണ്ടാകാം മനസ്സിന്. ഓക്കെ, കാരണം ഈ പേഴ്സൺ മാറ്റി നിർത്തുന്നത് കൊണ്ടും ഈ വ്യക്തി നിങ്ങളെ മൈൻഡ് ചെയ്യാത്തത് കൊണ്ടും. പക്ഷെ ഒന്ന് ഓർക്കുക എൻ്റെ എന്താ പറയാ ഓഡിയൻസെ, എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എന്താ പറയാ, അത് ഈ പേഴ്സൺ നിങ്ങളുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. മനസ്സിലായോ? അങ്ങനെ എപ്പോഴെങ്കിലും ഈ പേഴ്സൺ നിങ്ങളെ മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് ചിലപ്പോൾ ഈ പേഴ്സണ് പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ശത്രുക്കൾ ഉണ്ടാകാം. അപ്പോൾ അവരുടെ ഒരു ടാർഗറ്റ് നിങ്ങളും കൂടി ആയി മാറരുത് എന്നുള്ളൊരു രീതിയും കൂടി ചിന്തിച്ചിട്ടാണ് അങ്ങനെ എന്താണ് ഈ പേഴ്സൺ നിങ്ങളെ മാറ്റി നിർത്തിയിട്ടുള്ളത്. അത് ചിലപ്പോൾ നിങ്ങളെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചിട്ടുള്ളൊരു കാര്യവും കൂടി ആയിരിക്കാം അത്. പക്ഷേ അത് അതിന് വേണ്ടിയിട്ടാണ്, ഒരു ചാലഞ്ചിങ് സിറ്റുവേഷൻ വന്നപ്പോൾ ഈ പേഴ്സൺ ചെയ്തിരിക്കുന്ന ഒരു തീരുമാനമാണത്. ഓക്കെ, കാർത്തിക കിട്ടിയിട്ടുണ്ട് നാള്, ചോതി, അക്കൗണ്ടന്റ്, അനിഴം നാള്, 27-ാം തീയതി, 1980, 29-ാം തീയതി, ലെറ്റർ എ, 25-ാം തീയതി ജൂലൈ മാസം, ഓർഡിനറി ജോബ്സ്. ഇത്രയാണ് നമുക്ക് കിട്ടിയിട്ടുള്ള ക്ലൂസ്. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. റീഡിംഗ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. സ്പിരിച്വൽ ജേർണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമൻറ്റ് ബോക്സിൽ പറയുക. ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. സോ പുതിയൊരു വീഡിയോ ഇട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക. സോ ബൈ.